ഇപ്പോൾ ഹർത്താലുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി വരുന്നു. കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ചില പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാകുന്നുവെന്ന് കേൾക്കുന്നു. എം സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് കണ്ണൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷ്, കണ്ണൂരിലും പ്രതിഷേധം ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ നടക്കുന്നത്? KSRTC ബസ്സുകളടക്കം തടയുന്ന സാഹചര്യമാണോ? മനു, കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിലാണ് ഈ ഹർത്താൽ അനുകൂലികൾ റോഡിൽ കുത്തിയിരുന്ന് വാഹനങ്ങൾ തടഞ്ഞത്. KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടഞ്ഞു. ഇത് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. എല്ലാ ഭാഗത്തേക്കും വാഹനങ്ങൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലാണ് ഈ ഹർത്താൽ അനുകൂലികൾ റോഡിൽ കുത്തിയിരുന്ന് വാഹനങ്ങൾ തടഞ്ഞത്. ഇന്നലെ ഉൾപ്പെടെ അറിയിച്ചിരുന്നത് വാഹനങ്ങൾ തടയില്ല എന്നതുൾപ്പെടെയായിരുന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ രാവിലെ കൂടിയാണ് ഈ ഹർത്താൽ അനുകൂലികൾ പ്രകടനമായി എത്തി വാഹനങ്ങൾ തടയാൻ ആരംഭിച്ചത്. നിലവിൽ അവിടെ വാഹനം തടഞ്ഞ ഈ ഹർത്താൽ അനുകൂലികളെ പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ വാഹന ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. മനു, കടകമ്പോളങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് കണ്ണൂരിൽ. എന്താണ് സാഹചര്യം? ഹർത്താൽ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. കടകമ്പോളങ്ങൾ കണ്ണൂർ നഗരത്തിലും മറ്റ് പ്രധാനപ്പെട്ട ടൗണുകളിലും അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം കടകമ്പോളങ്ങൾ തുറന്നിട്ടുണ്ട്. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ടാക്സി സർവീസുകളും ഓട്ടോകളെയും ഒന്നും തന്നെ ഹർത്താൽ ബാധിച്ചിട്ടില്ല. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങുന്നുണ്ട്. ഹർത്താൽ കണ്ണൂർ ജില്ലയിൽ ബാധിച്ചിട്ടില്ല. എല്ലാം ഈ സുഗമമായി തന്നെ പോകുന്നുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും വാഹനം തടയാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അത് പോലീസ് ആ സമയത്ത് ഘട്ടത്തിൽ ഇടപെട്ട് അത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഹർത്താലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജില്ലയിലില്ല. കണ്ണൂരിലെ സാഹചര്യമാണ് ഇപ്പോൾ എം സന്തോഷ് നമ്മളോട് കണ്ണൂരിൽ നിന്ന് പങ്കുവച്ചത്. വാഹനങ്ങൾ KSRTC തടയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കടകമ്പോളങ്ങളൊക്കെ തുറന്നു കിടക്കുകയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പലയിടങ്ങളിലും സംഘർഷം ഉണ്ടാകുന്നുണ്ട്, പ്രതിഷേധങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്ത് ഉടനീളമായി വ്യാപകമായിട്ട്. ഏതായാലും ഹർത്താൽ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ബലപ്രയോഗങ്ങളൊക്കെ ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ബലം പ്രയോഗിച്ച് കടകളൊക്കെ അടപ്പിക്കുന്ന സാഹചര്യവും സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.